नमस्ते। सब कैसे हो? ठीक है ना? एक लंबी छुट्टी के बाद हम अपनी हिंदी कक्षा फिर भी शुरू किया है। सबको हिंदी कक्षा की ओर सुस्वागत। आज हम एक नई कविता पढ़ेंगे। सर्वेश्वर दयाल सक्सेना से लिखी गई एक छोटी कविता। कविता का नाम मुक्ति की आकांक्षा। मुक्ति की आकांक्षा। पहले सर्वेश्वर दयाल सक्सेना के बारे में सुनिए। सर्वेश्वर दयाल सक्सेना का जन्म उत्तर प्रदेश के बस्ती जिले में हुआ था। उत्तर प्रदेश के बस्ती जिले में हुआ था। वाराणसी तथा प्रयाग विश्वविद्यालय से शिक्षा पूर्ण करने के उपरांत आपने अध्यापन तथा पत्रकारिता के क्षेत्र में कार्य किया। वाराणसी तथा प्रयाग विश्वविद्यालय से शिक्षा पूर्ण करने के बाद आपने अध्यापन तथा पत्रकारिता के क्षेत्र में कार्य किया। आप आकाशवाणी में सहायक निर्माता और दिनमान नामक पत्र के उपसंपादक भी रहे। आपकी रचनाओं का अनेक भाषाओं में अनुवाद भी हुआ। आपकी रचनाओं का अनेक भाषाओं में अनुवाद भी हुआ। कविता के अतिरिक्त आपने कहानी, नाटक और बाल साहित्य भी रचा। कविता के अतिरिक्त सर्वेश्वर दयाल सक्सेना ने कहानी, नाटक, बाल साहित्य आदि भी रचा। അപ്പോൾ സർവേശ്വർ ദയാൽ സക്സേനയുടെ ജനനം ഉത്തർപ്രദേശിലെ ബസ്തി എന്നു പേരുള്ള ജില്ലയിലായിരുന്നു. അദ്ദേഹം വാരാണസി, അതുപോലെ പ്രയാഗ് തുടങ്ങിയ വിശ്വവിദ്യാലയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ശിക്ഷാ പൂർണ്ണ കർണേ കെ ബാദ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അധ്യാപകനായിട്ടും അതുപോലെ പത്രകാരിത, പത്രപ്രവർത്തനം തുടങ്ങിയ ക്ഷേത്ര മേഖലകളിലും പ്രവർത്തിച്ചു, ജോലി ചെയ്തു. അതുപോലെ ആകാശവാണിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ദിൻമാൻ എന്നു പേരുള്ള പത്രത്തിൻ്റെ സമ്പാദക്, എഡിറ്ററായിട്ടും പരാഗ് എന്നു പേരുള്ള പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു, ജോലി ചെയ്തു. അതുപോലെ അദ്ദേഹത്തിൻ്റെ രചനകൾ അനേകം ഭാഷകളിലേക്ക് അനുവാദ് ഭി ഹുവ, ട്രാൻസ്ലേഷൻ, തർജ്ജമയും ചെയ്തിട്ടുണ്ട്.
കൂടാതെ കവിതകൾ എഴുതുന്നതിലുപരി അദ്ദേഹം കഥ, നാടകം, ബാലസാഹിത്യം തുടങ്ങിയ മേഖലകളിലെല്ലാം രചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കവി മാത്രമല്ല സർവേശ്വർ ദയാൽ സക്സേന. കവി എന്നതിലുപരി കഥാകാരൻ, നാടകകാരൻ, ബാലസാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം സർവേശ്വർ ദയാൽ സക്സേന പ്രശസ്തനാണ്. ഹിന്ദി സാഹിത്യത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇവിടെ സർവേശ്വർ ദയാൽ സക്സേന എഴുതിയിട്ടുള്ള മുക്തി കി ആകാംക്ഷ, മുക്തി കി ആകാംക്ഷ എന്നു പേരുള്ളൊരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത്. ഇവിടെ മുക്തി കി ആകാംക്ഷ എന്ന ഈ ചെറിയ കവിതയിൽ കവി പറയുന്നത് മനുഷ്യൻ്റെ സ്വതന്ത്രനായിരിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം, മനുഷ്യൻ്റെ സ്വതന്ത്രനായി ജീവിക്കാൻ, സ്വതന്ത്രനായിരിക്കാനുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹം, ആ ആഗ്രഹത്തെയാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ, കൊച്ചു പ്രായത്തിൽ തന്നെ പുറം ലോകത്തെ, വിശാലമായ ഈ പുറം ലോകത്തെ അപകടവും അതുപോലെ തന്നെ സുരക്ഷയില്ലായ്മയും മറ്റ് ആപത്തുകളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ പോലും മുതിർന്നു കഴിയുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ പുറം ലോകത്തിൻ്റെ ഈ വിശാലതയിലേക്ക് പോകുവാനാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം എത്ര പുറം ലോകത്ത് പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അവിടെയുള്ള ചൂഷണങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും വീണ്ടും മുതിർന്നു കഴിയുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ ഈ പുറം ലോകത്ത് വിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. ആ ഒരു കാര്യമാണ് മുക്തി കി ആകാംക്ഷ എന്ന കവിതയിലൂടെ കവി പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊരു പക്ഷിയെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് മുക്തി കി ആകാംക്ഷ, മോചനത്തിനുള്ള ആകാംക്ഷ. അപ്പോൾ ആദ്യം കവിതയിലെ ആദ്യത്തെ കുറച്ച് വരികൾ നോക്കാം. കവി പറയുന്നു, ഒരു പക്ഷിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ചിടിയാക്കോ ലാഖ് സംജാവോ, ചിടിയാക്കോ ലാഖ് സംജാവോ कि पिंजड़े के बाहर धरती बहुत बड़ी है, निर्मम है. चिड़िया को लाख समझाओ कि पिंजड़े के बाहर धरती बहुत बड़ी है, निर्मम है. वहाँ हवा में उन्हें अपने जिस्म की गंध तक नहीं मिलेगी. वहाँ हवा में उन्हें अपने जिस्म की गंध तक नहीं मिलेगी. प्रस्तुत पंक्तियों में कवि कहते हैं, चिड़िया से कवि बताते हैं कि इस पिंजड़े के बाहर धरती बहुत बड़ी है. पिंजरे के बाहर धरती बहुत
बड़ी है या बहुत विशाल है। लेकिन वह निर्मम है या दयाहीन है। वह धरती या विशाल संसार निर्मम या दयाहीन है। वहाँ की हवा में, वहाँ की हवा में अपनी जाति की गंध तक नहीं है। वहाँ की हवा में अपनी जाति की गंध तक नहीं है. ഇവിടെ പക്ഷിയോട് കവി പറയുന്നു, ഹേ ചിടിയ, അല്ലയോ പക്ഷി, लाख समझाओ कि पिंजड़े के बाहर धरती बहुत बड़ी है. അല്ലയോ പക്ഷി, ലാഖ് സംചാവോ, എത്രയോ പ്രാവശ്യം നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു. എന്ത്? പിഞ്ചടേക്കെ ബാഹർ, ഈ കൂടിനു വെളിയിൽ. പിഞ്ചടേക്കെ ബാഹർ, ഈ കൂടിനു വെളിയിൽ. ധർത്തി ബഹുത് ബഡി ഹേ, ഭൂമി, ലോകം, ബഹുത് ബഡി ഹേ, വിശാലമാണ്. അല്ലയോ പക്ഷി, നിന്നോട് എത്രയോ തവണ പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു, ഈ കൂടിന് പുറത്തുള്ള ലോകം എത്രയോ വലുതാണ്. മാത്രമല്ല നിർമം ഹേ, നിർമം, ഒട്ടും ദയയില്ലാത്തത്, ഒട്ടും കാരുണ്യമില്ലാത്ത ലോകമാണ്. അതുമാത്രമല്ല വഹാം ഹവാമേം, വഹാം അവിടെ, ആ വിശാലമായ പുറം ലോകത്ത്, ഹവാമേം കാറ്റിൽ പോലും, അപ്പനെ ജിസ്മ കി ഗന്ധ് തക് നഹി മിലേഗ, അപ്പനെ ജിസ്മ നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ, ഗന്ധം പോലും നഹി മിലേഗ നിനക്ക് ലഭിക്കുകയില്ല. അല്ലയോ പക്ഷി, നിന്നോട് എത്രയോ തവണ പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു, ഈ കൂടിന് പുറത്തുള്ള ലോകം എത്രയോ വലുതാണ്, എത്രയോ വിശാലമാണ്, മാത്രമല്ല ഒട്ടും ദയയില്ലാത്തതുമാണ്. അവിടെ കാറ്റിൽ പോലും, ആ വിശാലമായ ലോകത്ത്, ആ വിശാലമായ പുറം ലോകത്ത് കാറ്റിൽ പോലും നിനക്ക് നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ ഗന്ധം പോലും ലഭിക്കുകയില്ല, ഗന്ധം പോലും ലഭിക്കുകയില്ല. എന്നിട്ട് കവി പറയുന്നു, യൂം തോ ബാഹർ സമുദ്ര ഹേ, നദി ഹേ, झरना है. यूं तो बाहर समुद्र है, नदी है, झरना है, पर पानी के लिए भटकना है. पर पानी के लिए भटकना है. यहाँ कटोरी में भरा जल घटकना है. यहाँ कटोरी में भरा जल घटकना है. बाहर दाने का टोटा है. बाहर दाने का टोटा है. यहाँ चुग्गा मोटा है. यहाँ चुग्गा मोटा है. बाहर के लिए बहेलिया का डर है. बाहर बहेलिया का डर है. यहाँ निर्दर्द कंठ स्वर है. यहाँ निर्द्वंद कंठ स्वर है.
കവി പറയുന്നു, പക്ഷിയോട് പറയുന്നു, യൂം തോ ബാഹർ സമുദ്ര ഹേ. ഇനി ബാഹർ പുറത്ത്, വിശാലമായ പുറം ലോകത്ത്, സമുദ്ര ഹേ വലിയ വലിയ സമുദ്രങ്ങളുണ്ട്, നദി ഹേ നദികളുണ്ട്, ഝർന ഹേ അരുവികളും ഉണ്ട്, വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. അപ്പോൾ പറയുന്നു, പക്ഷിയോട് പറയാണ്, അല്ലയോ പക്ഷി, ബാഹർ സമുദ്ര ഹേ പുറത്ത് വലിയ സമുദ്രമുണ്ട്, നദി ഹേ വലിയ വലിയ നദികളുണ്ട്, ഝർന ഹേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പർ പാനി കേലിയെ ഭടക്ന ഹേ. പക്ഷേ പുറം ലോകത്തെത്തിക്കഴിഞ്ഞാൽ പാനി കേലിയെ വെള്ളത്തിനു വേണ്ടി നിനക്ക് ഭടക്ന ഹേ അലയേണ്ടി വരും. അപ്പോൾ ഈ കൂട് വിട്ട് നീ പുറത്തു പോയി കഴിയുമ്പോൾ ആ പുറം ലോകത്ത് സമുദ്ര ഹേ വലിയ വലിയ വിശാലമായ സമുദ്രങ്ങളുണ്ട്, നദി ഹേ നദികളുണ്ട്, ഝർന ഹേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പാനി കേലിയെ വെള്ളത്തിന് വേണ്ടി ഭടക്ന നിനക്ക് അലയേണ്ടി വരും. എന്നാൽ ഈ കൂട്ടിലാണെങ്കിലോ, യഹാം ഇവിടെ ഈ കൂട്ടിനകത്ത് നിനക്ക് കഠോരി മേ ഭരാ ജൽ ഖടക്ന ഹേ. ഈ കൂട്ടിനകത്ത് കട്ടോരി പാത്രത്തിൽ നിനക്ക് ഭരാ ജൽ ഖടക്ന ഹേ. ഭരാ ജൽ വെള്ളം ധാരാളമായിട്ട് നിനക്ക് ഘടക്ന കുടിക്കാം. അപ്പോൾ ഈ കൂട്ടിനകത്താണെങ്കിൽ കട്ടോരി പാത്രത്തിൽ നിറച്ചിരിക്കുന്ന വെള്ളം ഘടക്ന നിനക്ക് മതിയാവോളം കുടിക്കാം. ഇനി ബാഹർ ദാനെ കാ ടോട്ടാ ഹെ. ബാഹർ ദാനെ കാ ടോട്ടാ ഹെ. പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ദാനെ കാ ടോട്ട, ദാന ധാന്യം, ആഹാരം. അപ്പോൾ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം ടോട്ട കുറച്ച് മാത്രമേ ലഭിക്കൂ. പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ആഹാരം അല്പം മാത്രം ലഭിക്കും. എന്നാൽ യഹാം ഇവിടെ ഈ കൂട്ടിനകത്ത് നിനക്ക് ആഹാരം ചുഗ്ഗ മോട്ടാഹെ. ചുഗ്ഗ തീറ്റ, ആഹാരം. ഈ കൂട്ടിനകത്താണെങ്കിൽ നിനക്ക് തീറ്റ മോട്ടാഹെ ധാരാളം ലഭിക്കും, ഇഷ്ടം പോലെ ലഭിക്കും. അപ്പം അല്ലയോ പക്ഷി, ഈ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിനക്ക് ധാന്യം അല്ലെങ്കിൽ ആഹാരം ടോട്ട അല്പം കുറച്ച് മാത്രമേ ലഭിക്കൂ. എന്നാൽ ഇവിടെ ഈ കൂട്ടിനകത്താണെങ്കിലോ നിനക്ക് മതിയാവുവോളം നിനക്ക് ധാന്യം അല്ലെങ്കിൽ ആഹാരം ലഭിക്കും. അപ്പോൾ എടുത്ത ഭാഗം ഒരു വട്ടം കൂടി, ഇത്രയും ഭാഗം ഒരു വട്ടം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പക്ഷിയോട് കവി പറയുന്നു, അല്ലയോ പക്ഷി, നിനക്ക് ഞാൻ എത്രയോ തവണ പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു. ബാഹർ കെ പിഞ്ചടെ, ഈ കൂടിന് വെളിയിലുള്ള ലോകം ബഹുത്ത് ബഡി ഹെ, വളരെ വലുതാണ്, വിശാലമാണ്. കൂട്ടിന് വെളിയിൽ കാണുന്ന ലോകം വളരെ വിശാലമാണ്. നിർമ്മം ഹെ, ഒട്ടും ദയയില്ലാത്തതുമാണ്. വഹാം, അവിടെ ആ പുറം ലോകത്ത്, ഹവാമേം കാറ്റിൽ പോലും നിനക്ക്, അപ്നെ ജിസ്മ് നിന്റെ കൂട്ടത്തിലുള്ളവരുടെ ഗന്ധം പോലും നഹി മിലേഗി ലഭിച്ചെന്നു വരില്ല. യൂം തോ മാത്രമല്ല, ബാഹർ സമുദ്ര ഹേ, പുറം ലോകത്ത് സമുദ്ര ഹേ സമുദ്രങ്ങളുണ്ട്, നദി ഹേ നദികളുണ്ട്, ഝർന ഹേ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പൂഞ്ചോലകളുണ്ട്. പർ
എന്നാലും പാനി കേലിയെ ഭടക്ന ഹേ, എന്നാലും നിനക്ക് പാനി കേലിയെ കുടിക്കാനുള്ള വെള്ളത്തിനു വേണ്ടി ഭടക്ന ഹേ, അലയേണ്ടി വരും. യഹാം, ഇവിടെ ഈ കൂട്ടിനകത്താണെങ്കിലോ കഠോരി മേം, പാത്രത്തിനകത്ത് ഭരാജൽ ഘടക്ന ഹേ, ഭരാജൽ നിറയെ വെള്ളം, ഘടക്ന കുടിക്കാനുണ്ട്. അപ്പോൾ പുറം ലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സമുദ്രമുണ്ട്, നദികളുണ്ട്, അരുവികളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷേ നിനക്ക് വെള്ളത്തിന് വേണ്ടി അലയേണ്ടി വരും. പക്ഷേ ഈ കൂട്ടിനകത്ത് നിനക്കിതാ പാത്രം നിറച്ച് വെള്ളമുണ്ട്. അത് നിനക്ക് ആവോളം കുടിക്കാം. അതുപോലെ ബാഹർ ദാനേ കാ ടോട്ടാ ഹേ, ബാഹർ പുറം ലോകത്ത് ദാനേ കാ ടോട്ടാ ഹേ, ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം, ടോട്ട അല്പം അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. പുറം ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിച്ചിങ്ങനെ നടക്കണം. അപ്പോൾ നിനക്ക് കുറച്ച് മാത്രമേ ലഭിക്കൂ. എന്നാൽ യഹാം, ഇവിടെ ഈ കൂട്ടിനകത്ത് ചുഗ്ഗ മോട്ടാഹെ, ചുഗ്ഗ മോട്ടാഹെ, നിനക്ക് തീറ്റ മോട്ടാഹെ ഇഷ്ടം പോലെ ലഭിക്കും. അതുകൊണ്ട് പക്ഷി പുറം ലോകത്ത് ദയയില്ലാത്ത, കാരുണ്യമില്ലാത്ത ആ ലോകത്തെക്കുറിച്ച് നീ മനസ്സിലാക്കൂ എന്നാണ് കവി പക്ഷിയോട് പറയുന്നത്. അപ്പോൾ ഈ കവിത നമ്മളിപ്പോൾ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്തു തീർക്കാം. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും